സോ ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിയുടെ ക്വാളിഫയേഴ്സിൽ ലാൻഡോ നോറിസ് ആണ് പോൾ പൊസിഷനിൽ വന്നത്. അപ്പോൾ ഹംഗേറിയൻ ഗ്രാൻഡ് പ്രി ഭയങ്കര സ്ലോ സർക്യൂട്ടാണ്, ഏകദേശം ഒരു സ്ട്രീറ്റ് സർക്യൂട്ട് പോലെയാണ് ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിയുടെ ലേ ഔട്ടൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഫെറാറി തന്നെ ഡൊമിനേറ്റ് ചെയ്യും, കാരണം ഫെറാറിക്കാണ് ഏറ്റവും കോർണറിങ് സ്പീഡും സ്റ്റെബിലിറ്റിയും അതുപോലെ കോർണേഴ്സിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടീം ഫെറാറിയാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഫെറാറി തന്നെ നല്ലോണം പെർഫോം ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി ലാൻഡോ നോറിസ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ക്വാളിഫൈ സെഷനിൽ Q1-ലും Q2-ലും Q3-ലും ലാൻഡോ നോറിസിന് നല്ല ടൈം ഉണ്ടായിരുന്നു, ലാപ്പ് ടൈം ഉണ്ടായിരുന്നു. ക്വാളിഫയിങ്ങിൽ പോൾ പൊസിഷനുള്ളത് ലാൻഡോ, പിന്നെ P2-ൽ ലെക്ലർക്ക്, P3-ൽ ഹാമിൽട്ടൺ ആണുള്ളത്. സോ മെക്ലറിന്റെ ഫെറാറിയുടെ കാര്യം പറഞ്ഞു. ഇനി മെഴ്സിഡസിന്റെ കാര്യം പറയാം. മെഴ്സിഡസിൽ ആന്റനലിയുടെ ഒരു മെയിൻ പ്രശ്നമാണ് കഴിഞ്ഞ കുറച്ച് റേസസ് ആയിട്ട് റേസിംഗ് ലൈൻ വിട്ട് ഔട്ട് ബൗൺസും കടന്ന് പുറത്ത് പോകുന്നു കോർണേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നതിന് ഒരു പെനാൽറ്റി ഉണ്ട്, അതുകൊണ്ട് ഗ്രിഡ് പെനാൽറ്റി കിട്ടിയിട്ടുണ്ട് കിമി ആന്റണിയിലേക്ക്. അപ്പോൾ റേസിലോ അത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ വീണ്ടും പെനാൽറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പണിയാണ്. പിന്നെ ജോർജ് റസലിന്റെ കാരണം വീണ്ടും ആ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ഉണ്ട്, വീണ്ടും ഡിപ്ലോയ്മെന്റിന്റെ ആ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ Q1 സെഷൻ കഴിഞ്ഞപ്പോഴത്തേന് വില്യംസിന്റെ 2 ഡ്രൈവേഴ്സും കാഡിലാക്കിന്റെ 2 ഡ്രൈവേഴ്സും ആസിന്റെ ഒലിവർ ബെയർമാനും പിന്നെ ആസ്റ്റൺ മാർട്ടിന്റെ ലാൻസ് സ്ട്രോളും പുറത്തായി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ സീസണിന്റെ ഹാഫ് ആയപ്പോഴത്തേന് ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള കാർ കാഡിലാക്കും വില്യംസും ആണ്. ആസ്റ്റൺ മാർട്ടിൻ ബെറ്റർ ആവുന്നുണ്ട്. പിന്നെ റെഡ് ബുള്ളിന്റെ കാര്യം, റെഡ് ബുള്ള് ബെൽജിയത്തിൽ മറ്റേ മാക്കറനവിങ് കൊണ്ടുവന്നില്ല. മാക്കറനവിങ് കാരണമാണ് മാക്സ് വെർസ്റ്റാപ്പൻ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിയിലും അതിനുമുള്ള റേസിലും ഒക്കെ സ്പിന്നായി പോയത്. ഈ മാക്കറനവിങ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി എയർ അതിലേക്ക് അബ്സോർബ് ആകുന്നുണ്ട്, അതുകൊണ്ട് ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അവര് ബെൽജിയത്തിൽ കൊണ്ടുവന്നില്ല, ഒരു ഡേഞ്ചറസ് ആയതുകൊണ്ട് വീണ്ടും ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്ക് അവർ കൊണ്ടുവന്നു. വീണ്ടും ഒരു കോർണർ എത്തിയപ്പോഴത്തേന് വീണ്ടും അവരുടെ റെഡ് ബുള്ള് സ്പിന്നായി പോയി. ഒന്നുകിൽ അവർ ആ ഒരു മാക്കറനവിങ് ഒന്നുകൂടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പണിപാടും. അപ്പം Q2 സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ലാൻഡോ കുറച്ച് ഒരു Q1-ലുണ്ടായിരുന്ന അത്ര ഒരു പെർഫോമൻസ് ഇല്ലായിരുന്നു, കുറച്ച് നേരത്തേന് കേട്ടു. പിന്നെ അവസാനമായപ്പോൾ വീണ്ടും തിരിച്ചു പിടിച്ചു, 1 മിനിറ്റ് 17 സെക്കൻഡ് വരെ എത്തി. പിന്നെ Q2-ൽ കുറച്ച് നേരത്തേന് ഹഡ്ജർ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ലാൻഡോ നോറിസ് തന്നെ മെക്ലാരൻ ഈസ് കമ്മിങ് ബാക്ക്, അവരും പുതിയ മാക്രനവിങ്ങോട്ടാണ് വന്നിരിക്കുന്നത്, പുതിയ ഡിസൈൻ, വേറൊരു രീതിയിലുള്ളൊരു മാക്രനവിങ്ങോട്ടൊക്കെ. പിന്നെ ഇപ്പോൾ Q3 സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ലാൻഡോ പെർഫോമിംഗ് വെൽ, ലാൻഡോ വാസ് ഫ്ലൈയിങ് ആക്ച്വലി. പക്ഷേ Q3 സെഷൻ കഴിയാനായിട്ട് ഒരു 3 മിനിറ്റ് ഉള്ളപ്പം ഹാമിൽട്ടൺ വീണ്ടും പോൾ പൊസിഷനിലേക്ക് വന്നു. പ്രൊഫഷണൽ പോൾ ഹാമിൽട്ടണിൽ തന്നെ കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ Q3 സെഷൻ കഴിയാനായപ്പോഴത്തേനും മാക്സ് വീണ്ടും സ്പിന്നായി, യെല്ലോ ഫ്ലാഗ് ആയി, വീണ്ടും കുറച്ച് ഡ്രാമാസും കാര്യങ്ങളും ഒക്കെ. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി ലാൻഡോ 0.1 സെക്കൻഡിന് ഹാമിൽട്ടനെ മറികടന്ന് പ്രൊഫഷണൽ പോൾ പൊസിഷൻ ഹാമിൽട്ടൻ്റെ നിന്ന് വീണ്ടും തട്ടിയെടുത്തു. ഒരു സാഡായിരുന്നു കാണാനായിട്ട്. പെട്ടെന്ന് ഹാമിൽട്ടന് കയ്യെത്തും ദൂരത്തെ ഉണ്ടായിരുന്നു പോൾ പൊസിഷൻ, അത് പോയി. പക്ഷേ ലാൻഡോയ്ക്ക് ഫസ്റ്റ് പോൾ പൊസിഷനാണ് സീസണിലെ. അപ്പം മേ ബി ഹി ക്യാൻ കൺവേർട്ട് ദാറ്റ് പോൾ പൊസിഷൻ ഇൻ ടു വിൻ. കിമിയുടെ കാര്യം ഇച്ചിരി കഷ്ടമാണ്, വീണ്ടും ആ ട്രാക്ക് ലിമിറ്റ്സ് കാരണം പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വീണ്ടും. പിന്നെ മാക്സ് സ്പിൻ ആയപ്പോഴത്തേന് യെല്ലോ ഫ്ലാഗ് വന്നപ്പോൾ സ്പീഡ് കുറച്ചില്ല എന്ന് പറഞ്ഞ് അതിനും പെനാൽറ്റി. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യും, ഹംഗേറിയൻ ഗ്രാൻഡ് പ്രി ആര് വിൻ ചെയ്യും? ലാൻഡോ നോറിസ് തന്നെ വിൻ ചെയ്യുമോ, അതോ ലെക്ലറോ ഹാമിൽട്ടൺ വിൻ ചെയ്യുമോ, അല്ലെങ്കിൽ മാക്സ് വിൻ ചെയ്യുമോ, അതോ കിമി ആന്റണിയിൽ ഇവരെല്ലാം ഓവർടേക്ക് ചെയ്തു വന്ന് വീണ്ടും മെഴ്സിഡസ് തന്നെ അടിക്കുമോ? എന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യും.